ഹലോ. കൊണ്ടൂരമ്പലത്തിലെ കുളം പുതുക്കി പണിതു എന്നറിഞ്ഞ് അതൊന്ന് കാണാനുള്ള ആഗ്രഹത്തിന് ഞങ്ങളൊന്ന് പോവുകയാണ്. ഈരാറ്റുപേട്ട ചെന്ന് കഴിഞ്ഞാൽ അരുവിത്തറപ്പള്ളിയുടെ നേരെ എതിരെയുള്ള റോഡെയാണ് പോകേണ്ടത്. അല്ലെങ്കിൽ പനക്കപ്പാലത്ത് ചെന്ന് കഴിഞ്ഞ് പാലം കടന്ന് നമുക്ക് അങ്ങോട്ടും പോകാം. രണ്ടും വഴിദൂരം ഒന്ന് തന്നെയാണെന്ന് തോന്നുന്നു. ഒരു ഈരാറ്റുപേട്ടയിൽ നിന്നാണ് 2-3 കിലോമീറ്റർ ഉണ്ട്. ഈ അമ്പലത്തിൻ്റെ ആറാട്ടുകടലിന് നേരെ എക്കരയായിരുന്നു എൻ്റെ അമ്മ വീട്. അതിപ്പോൾ ഇല്ല, എല്ലാം വിറ്റുപെറുക്കി പോയി. നേരത്തെ ഒരു ചെറിയ കുളമായിരുന്നു. ഇതിപ്പോൾ MLA ഫണ്ട് ഉപയോഗിച്ചുള്ള കുളമാണ്. ഇതിന് കണക്കുകളൊക്കെ ഉണ്ടായിരിക്കണം. അതായിരിക്കും ഇത്രയും വലുതായിട്ട് പണിയുന്നത്. അത് കഴിഞ്ഞായിരിക്കും അമ്പലം നന്നായിട്ട് പണിയുന്നതായിരിക്കും. ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരുന്ന സമയത്താണ് എൻ്റെ അമ്മാവൻ്റെ പിള്ളേർ നടന്നു വരുന്ന അമ്പലത്തിൽ മീനൊക്കെ ഉണ്ട്. ഞാൻ ശരിക്കും കുളം കാണാൻ ഹലോ. കൊണ്ടൂരമ്പലത്തിലെ കുളം പുതുക്കി പണിതു എന്നറിഞ്ഞ് അതൊന്ന് കാണാനുള്ള ആഗ്രഹത്തിന് ഞങ്ങളൊന്ന് പോവുകയാണ്. ഈരാറ്റുപേട്ട ചെന്ന് കഴിഞ്ഞാൽ അരുവിത്തറപ്പള്ളിയുടെ നേരെ എതിരെയുള്ള റോഡെയാണ് പോകേണ്ടത്. അല്ലെങ്കിൽ പനക്കപ്പാലത്ത് ചെന്ന് കഴിഞ്ഞ് പാലം കടന്ന് നമുക്ക് അങ്ങോട്ടും പോകാം. രണ്ടും വഴിദൂരം ഒന്ന് തന്നെയാണെന്ന് തോന്നുന്നു. ഒരു ഈരാറ്റുപേട്ടയിൽ നിന്നാണ് 2-3 കിലോമീറ്റർ ഉണ്ട്. ഈ അമ്പലത്തിൻ്റെ ആറാട്ടുകടലിന് നേരെ എക്കരയായിരുന്നു എൻ്റെ അമ്മ വീട്. അതിപ്പോൾ ഇല്ല, എല്ലാം വിറ്റുപെറുക്കി പോയി. നേരത്തെ ഒരു ചെറിയ കുളമായിരുന്നു. ഇതിപ്പോൾ MLA ഫണ്ട് ഉപയോഗിച്ചുള്ള കുളമാണ്. ഇതിന് കണക്കുകളൊക്കെ ഉണ്ടായിരിക്കണം. അതായിരിക്കും ഇത്രയും വലുതായിട്ട് പണിയുന്നത്. അത് കഴിഞ്ഞായിരിക്കും അമ്പലം നന്നായിട്ട് പണിയുന്നതായിരിക്കും. ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരുന്ന സമയത്താണ് എൻ്റെ അമ്മാവൻ്റെ പിള്ളേർ നടന്നു വരുന്ന അമ്പലത്തിൽ മീനൊക്കെ ഉണ്ട്. ഞാൻ ശരിക്കും കുളം കാണാൻ